الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തോട്ടക്കാരൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. തോട്ടത്തിലെ ഇലകൾ നുള്ളിയെടുക്കും, പൂക്കളും കായ്കളും പറിച്ചെടുക്കും, ചെടിയുടെ കമ്പ് മുറിച്ചു കളയും, പറിച്ചു നടും, കളകൾ പിഴുതു കളയും. മറ്റു ചിലപ്പോൾ കിളച്ചു മറിച്ച് ഉഴുതുമറിച്ച് പുതിയ വിത്ത് വിതയ്ക്കും. ഇതെല്ലാം കാണുമ്പോൾ പൂക്കളും കായ്കളും ചോദിച്ചേക്കും, എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ മനസ്സിൽ ചോദ്യങ്ങൾ നിറയുകയാണ്. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു 3ാം ക്ലാസ്സുകാരിയുടെ കുറിപ്പുണ്ട്. ദൈവം എന്താണ് ആരെയും രക്ഷിക്കാത്തത്? നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്നുള്ള ചോദ്യമാണ്. ജീവിതത്തെക്കുറിച്ച്
തനതായ കാഴ്ചപ്പാട് രൂപപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെ ഇരിക്കും. കയ്യിലുള്ള കളിപ്പാട്ടം ആരെങ്കിലും എടുത്താൽ പൊട്ടിക്കരയും. തീക്കനൽ കളിപ്പാട്ടമെന്ന് കരുതി കുഞ്ഞ് കൈ നീട്ടിപ്പിടിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് തട്ടി മാറ്റിയാൽ പിന്നെയും കരയും. കാരണം നമ്മൾ നിസ്സഹായരാണ്, നാളെയെക്കുറിച്ച് അറിയാത്തവരാണ്. ഇന്നുകളിൽ എത്ര ജീവിച്ചാലും ഇന്നലകളിൽ എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും അടുത്ത നിമിഷത്തെക്കുറിച്ച് നമ്മൾ നിസ്സഹായരാണ്. അതിനാൽ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഇതിന് തനതായ ഒരു താളക്രമം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ഖുർആൻ നിരന്തരം അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സൃഷ്ടിച്ചവനാരോ അവനാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നതും പരിപാലിക്കുന്നതും. അവൻ തന്നെയാണ് പിന്നെയും ഒരിക്കൽ ഈ ഭൂമിയെ സംഹരിക്കുന്നത് അഥവാ ഇല്ലാതെയാക്കി കളയുന്നത്. ഖുർആൻ കൊച്ചു സൂക്തങ്ങളിൽ ആ കാര്യം എടുത്തു പറയുന്നില്ലേ? അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ അഹ്വ. സൃഷ്ടിച്ച് സംരക്ഷിച്ച് വഴികാണിച്ച് കൃത്യമായ കണക്കുകളോടെ വിധി നിർണയത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവനാണ്. പിന്നീട് നിങ്ങൾ കാണുന്നില്ലേ, മേച്ചിൽപ്പുറങ്ങളെ സംവിധാനിക്കുന്ന അവൻ പിന്നീട് ആ മേച്ചിൽപ്പുറത്തെ പച്ചപ്പുകളെ ഉണങ്ങിക്കറുത്ത ചണ്ടിയാക്കി മാറ്റുന്നത് അതും അവൻ തന്നെയാണ്. എല്ലാം ഈ ഭൂമിയിൽ തനിയാവർത്തനങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് അവൻ പറഞ്ഞതല്ലേ. പിന്നെയും എന്താണ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത്? അള്ളാഹുവെ അറിയോ, പരിപൂർണമായും അള്ളാഹുവിലേക്ക് മടങ്ങും. അപ്പോഴാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുക. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നവരിൽ 100 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടാവും? ആരുമില്ല. 200 വയസ്സ് ഇല്ല. എവിടെ പോയി? തിരിച്ചു പോയിരിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ട്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. താങ്കൾക്ക് മുമ്പ് ആർക്കും നാം ഈ ഭൂമിയിൽ ശാശ്വതികത്വം നൽകിയിട്ടില്ല. അഫഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. എന്നിട്ടാണോ താങ്കളെ ഇല്ലാതെയാക്കിയിട്ട് അവർക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായിട്ട് കഴിയാം എന്ന് മക്കക്കാര് കരുതി പോകുന്നത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഒരുപാട് കൊതിച്ചതല്ലേ നമ്മളൊക്കെ? 63-ാമത്തെ വയസ്സിലാണ് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയത്. അന്ത്യനാൾ വരേക്കും നിലനിന്നെങ്കിൽ ആ തിരുമുഖം നമുക്കൊക്കെ ഒന്ന് ദർശിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു അത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതിനാൽ ഓരോ ജീവിയും മരണം ആസ്വദിച്ചേ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കിടയിൽ നിരന്തരം സംഭവിക്കുന്നതാണ്. ജീവികൾക്കുണ്ട്, വൃക്ഷലതാദികൾക്കുണ്ട്, ഈ പ്രകൃതിക്ക് തന്നെയും ഈ മാറ്റങ്ങളും മരണങ്ങളും പുനർജനനവും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജീവിതമാണോ മരണമാണോ യാഥാർത്ഥ്യം? ഏതാണ്? നമ്മൾ ജനിക്കും എന്നുള്ളത് നമുക്കറിയാത്ത അനിശ്ചിതമായൊരു കാര്യമായിരുന്നു. ഇപ്പോഴും വയറിനകത്ത് കിടക്കുന്ന ജന്മങ്ങളുണ്ടല്ലോ, പെറ്റു വീഴുമോ ഇല്ലയോ അനിശ്ചിതത്വമുള്ള കാര്യമാണ്. പക്ഷെ ഉറപ്പുള്ള കാര്യം ഒന്നേ ഉള്ളൂ, അത് മരണമാണ്. ജനിച്ചവൻ മരിക്കും, ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ലല്ലോ. ജലപ്പരപ്പിലെ കുമിളകളെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ജലപ്പരപ്പിലെ കുമിളകൾ അങ്ങനെ നിലനിൽക്കുന്നതാണോ
പൊട്ടിപ്പോകുന്നതാണോ അത്ഭുതം? നിലനിൽക്കുന്നതാണ് അത്ഭുതം. പൊട്ടിപ്പോവുക എന്നത് സ്വാഭാവികമാണ്. ശരിക്കും നമ്മളൊരു ബലൂണ് പോലെ അല്ലേ, അകത്ത് അല്പം കാറ്റ്, ശ്വാസം ഇങ്ങനെ കയറിയിറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ബലൂണുകൾ. ഒരുപക്ഷെ ആ കാറ്റ് പുറത്തേക്കങ്ങ് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അവസാനിച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം. മരണം സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞു അറിവ് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് അസാധാരണമായിരിക്കും, പൊടുന്നനെ ആയിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും. പറഞ്ഞു കൊടുക്കൂ, യതവഫാകും, നിങ്ങളെ, നിങ്ങളുടെ ആയുസ്സിനെ പൂർത്തീകരിക്കുകയാണ് അൽ മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക്. പൂർത്തീകരിക്കുകയാണ്. ഒരു ആയുസ് പൂർണ്ണമാകുന്നതിനാണ് വഫാത്ത് എന്ന് പറയുക. ആ വാക്കാണല്ലോ ഖുർആൻ പ്രയോഗിക്കുന്നത്. ആയുസ് പൂർണ്ണമാകുന്നതിന് പ്രയോഗിച്ച വാക്കാണ് വഫാത്ത്. അതിനാൽ മരണങ്ങൾ ഒരിക്കലും പൊടുന്നനെ സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ അവിചാരിതമായി ഉണ്ടാകുന്ന ഒന്നല്ല എന്നാണ് ഖുർആനികമായ കാഴ്ചപ്പാട്. അതിന് പല നിമിത്തങ്ങളുണ്ടാകാം. രോഗമാകാം, അപകടമാകാം, പകർച്ചവ്യാധിയാകാം, പ്രകൃതി ദുരന്തമാകാം. വ്യത്യസ്ത ശൈലിയിൽ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നതാണ് പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനം പരീക്ഷണമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ ഭൂമിയിൽ അവശേഷിക്കുന്നവർക്ക് വലിയ പാഠങ്ങൾ നൽകുകയാണ് ഓരോ മരണവും എന്നുള്ളതാണ്. ഓരോ മരണവും ഏറ്റവും നല്ല പ്രഭാഷകനേക്കാൾ, ഉത്ബോധനത്തെക്കാൾ ഏറ്റവും നല്ല ഉത്ബോധനമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ പരീക്ഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് ലഅല്ലഹും യദ്ദറഊൻ, അവർ വിനീത വിധേയരാകാൻ വേണ്ടിയാണ്. അവർ വിനീത വിധേയരാകാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് എന്നത്. തിന്മകളിൽ നിന്ന് അകന്ന് അല്ലാഹുവുമായി അടുത്ത് പശ്ചാത്താപ വിവശരായി ദൈവചിന്തയിൽ മുഴുകി ദുനിയാവിൻ്റെ നൈമിഷികതയെ തിരിച്ചറിഞ്ഞ് നല്ല ജീവിതം നയിക്കുക എന്നത് നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ വലിയ ഒരു പാഠമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതിന് ചില ടെസ്റ്റ് ഡോസുകൾ അവൻ നൽകിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഭയമായിട്ട്, മറ്റു ചിലപ്പോൾ വിശപ്പായിട്ട്, അല്ലെങ്കിൽ ജീവധന നഷ്ടമായിട്ട്, കൃഷി നാശമായിട്ട്, ഇങ്ങനെ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ആകത്തുക എന്താണ്? അതിലൂടെ എന്തു നേടി എന്നതാണ് പ്രധാനം. 60-70 വർഷമാണ് പരമാവധി ഈ ലോകത്ത് കിട്ടുന്നതെങ്കിൽ അതിൽ എത്ര നന്മ, എത്ര തിന്മ, അതാണ് പ്രധാനം. അത് ഒരു നിമിഷമാണെങ്കിൽ പോലും എന്തു നേടി എന്ന ആലോചന പ്രധാനമാണ്. ദുരന്തങ്ങളെ, പരീക്ഷണങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനം. അല്ലാഹു തആല ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ചേർത്ത് പറയാണ്, ഫബശ്ശിരി സ്വാബിരീൻ, സാബിറുകൾക്ക് സന്തോഷവാർത്ത. സബറുള്ളവർക്ക്, ക്ഷമയും സഹനവും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥൈര്യവും അവലംബിക്കുന്നവർക്ക് സന്തോഷവാർത്ത. ആരാണ് സാബിർ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും വിപത്തുകൾ അവരെ ബാധിക്കുമ്പോൾ അവരിൽ നിന്ന് ഉടനെ ഉയർന്നു വരുന്ന പ്രതികരണം ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം അവങ്കലേക്ക് മടങ്ങുന്നവരുമാണ്. അൽഹംദുലില്ലാഹ്.
മറ്റൊരു മറുപടി അവിടെ സംഭവിക്കുന്നില്ല. ഷഹീദ് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായി. 60-ലേറെ കുടുംബാംഗങ്ങൾ, അതിൽ മക്കളുണ്ട്, പേരമക്കളുണ്ട്. ഓരോരുത്തരും ഷഹാദത്ത് വരിച്ച് അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ മഹാനായ ഷഹീദ് ഇസ്മായിൽ ഹനിയ ആവർത്തിച്ചു പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാ, എൻ്റെ കുടുംബത്തിൽ ഇത്രയും ശുഹദാക്കൾ ഉണ്ടായല്ലോ എന്ന് സന്തോഷപൂർവ്വം പ്രതീക്ഷാപൂർവം ഏത് ഘട്ടത്തിലും പ്രതികരിക്കുന്ന ഇസ്മായിൽ ഹനിയ അതേ സ്വപ്നങ്ങളിലേക്ക് തന്നെ ചിറകടിച്ച് ഉയർന്നു പോയിരിക്കുന്നു എന്നതാണ്. അതിനാൽ എങ്ങനെയാണ് പരീക്ഷണ ഘട്ടത്തെ ഉൾക്കൊള്ളേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം, ഈ ലോകം, ഈ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്, തികച്ചും താൽക്കാലികമാണ് എന്നുള്ള തിരിച്ചറിവാണ്. അവര് ഈ വിപത്തുകൾ, ഈ പരീക്ഷണങ്ങൾ പൊടുന്നനെയാണ് പിടികൂടുന്നത്. വഹും ലാ യശ്ഉറൂൻ, അവർക്കതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവും ഉണ്ടായിരുന്നില്ല. അല്ലേ? വീടുകളിൽ, പാടികളിൽ, ലയങ്ങളിൽ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യന്മാര് പെട്ടെന്ന് ഒഴുകിത്തെറിച്ച് ഒരുപാട് കിലോമീറ്ററുകൾക്കകലേക്ക് ഒഴുകിപ്പോവായിരുന്നു. വഹും ലാ യശ്ഉറൂൻ. ഏത് നിമിഷവും സംഭവിക്കാവുന്നതല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. പൊടുന്നനെ ഈ ഭൂമി, നമ്മൾ ഇപ്പോഴിരിക്കുന്ന ഈ ഭൂമി പൊട്ടിപ്പിളർന്ന് നമ്മൾ അകത്തേക്ക് പോയിക്കൂടെ? സംഭവിക്കാവുന്നതാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫ അമിന അഹ്ലുൽ ഖുറ, ഈ നാട്ടുകാർ നിർഭയരാണോ? അയ്യഅ്തിയഹും ബഅ്സുന ബയാതൻ വഹും നായിമുൻ, രാത്രിവേളകളിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പൊടുന്നനെ നമ്മുടെ ഒരു പരീക്ഷണം, ഒരു ദുരന്തം അവർക്കുമേൽ വന്നു പതിക്കുന്നതിൽ അവർ നിർഭയരാണോ? അയ്യഅ്തിയഹും ബഅ്സുന ദുഹൻ വഹും യൽഅബൂൻ, പകൽ വേളകളിൽ അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഇത്തരം സാഹചര്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ? ഒരുപാട് ചർച്ചകളാവാം. ചാനലുകളിൽ നിരന്തരമായ ചർച്ചകളാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? തീർച്ചയായും ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യകരങ്ങളുടെ തെറ്റായ ഇടപെടലുകൾ ഇതിൽ സംഭവിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച്. എന്നാൽ ഭൗതികമായ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ദൈവികമായ ഇടപെടലുകളെക്കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള സന്തുലിതമായ ഒരു സമീപനം നമ്മൾ രൂപപ്പെടുത്തിയേ പറ്റും. സന്തോഷം വരുമ്പോൾ വല്ലാതെ അങ്ങ് മതിമറന്ന് അർമാദിച്ചു പോവുക, സങ്കടം വരുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് ചെന്നു പതിക്കുക, അങ്ങനെയല്ലല്ലോ. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇളകിമറിയുന്ന അലമാലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പല്, അത് ആടി ഉലയുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാണ്. ലഇൻ അൻജയ്തനാ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ, ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുമ്പോഴോ അപ്പോഴേക്ക് അവർ സകലം മറന്നു പോകുന്നു. ഇതാണ് മനുഷ്യൻ്റെ പൊതുവായ ഒരു പ്രകൃതം. ഈ നിലപാടിൽ നിന്ന് മാറിയിട്ട് പ്രയാസങ്ങളിൽ സബ്ർ കൈക്കൊള്ളുകയും സന്തോഷങ്ങളിൽ ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു കൂടെയുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുക. ഒരു നിമിഷമാണെങ്കിൽ ആ ഒരു നിമിഷം അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കുട്ടിക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിച്ചോളും. യഹ്ഫളില്ലാഹ തജിദ്ഹു അമാമക, നീ അള്ളാഹുവെ സൂക്ഷിച്ചാൽ നിനക്ക് അവനെ നിന്റെ കൺമുമ്പിൽ കാണാം. താരിഫ് ഇലല്ലാഹ് ഫിർറഹാ, അതിനാൽ ക്ഷേമവേളകളിൽ നീ നിന്റെ റബ്ബിനെ തിരിച്ചറിയും.
യഅരിഫ്ക ഫിശ്ശിദ്ദ, എങ്കിൽ പ്രയാസവേളകളിൽ അവൻ നിന്നെയും തിരിച്ചറിയും. തീർച്ചയായും ഒരു പുസ്തകവും നൽകാത്ത അറിവുകൾ അനുഭവങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവയെ തിരിച്ചറിവാക്കി മാറ്റിയിട്ട് ഭാവി ജീവിതത്തെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുക. പഠിച്ചവനെ, ആ നിലയിൽ ജീവിതത്തെ നിനക്ക് മാത്രം സമർപ്പിച്ചവരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بل أحياء ولكن لا تشعرون. ഒരിക്കൽ കൂടി തഖ്വാബോധമുള്ളവരായി ജീവിതം നയിക്കുവാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരാകുവാൻ നാം ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണം പലതരത്തിൽ സംഭവിക്കും. പ്രായാധിക്യത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ രോഗം ബാധിച്ച സ്വാഭാവികമായ മരണങ്ങൾ സംഭവിക്കും. വേറൊരു തരം മരണമാണ് പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, പൊടുന്നനെ എന്ന് നമ്മളതിനെ വിളിക്കും. എന്നാൽ മറ്റൊരു മരണമുണ്ട്, ഒരിക്കലും മരിക്കാത്ത മരണമാണത്. വിശുദ്ധ ഖുർആൻ ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, വലാകിൻ ലാ തശ്ഉറൂൻ, പക്ഷേ നിങ്ങൾക്കതറിയില്ല എന്ന് പറഞ്ഞ മരണം. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരുടെ റബ്ബിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ആരും അസൂയയോടെ കൊതിച്ചു പോകുന്ന മരണമാണത് എന്ന് മനസ്സിലാക്കണം. ആ രക്തത്തുള്ളികൾ, ശുഹദാക്കളുടെ രക്തത്തുള്ളികൾ, അത് ലോകത്ത് ഒരുപാട് പ്രതികരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് വിപ്ലവങ്ങൾക്ക് വിത്തുപാകും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഷഹാദത്താണ് കഴിഞ്ഞ ദിവസം ഷഹീദ് ഇസ്മായിൽ ഹനിയ നേടിയെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അള്ളാഹു അത് നൽകിയത്. ആത്മാർത്ഥമായിട്ട് ഒരാൾ ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, സ്വന്തം കിടപ്പറയിൽ കിടന്ന് മരിച്ചാലും അയാൾക്ക് രക്തസാക്ഷിയുടെ പുണ്യം ലഭിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്നിട്ടുണ്ട്. ഇത്തരം ഷഹാദത്തുകൾ വലിയ പ്രചോദനമായിട്ട് മാറാൻ, അനീതിക്കെതിരിൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരിൽ ഉള്ള ശക്തമായ മുന്നറിയിപ്പുകളായിട്ട് അത് മാറുന്നു എന്ന് മനസ്സിലാക്കാം. ഇസ്മായിൽ ഹനിയ പെറ്റുവീണത് തന്നെ ഒരു അഭയാർത്ഥി കൂടാരത്തിലായിരുന്നു. അവിടെ നിന്ന് പഠിച്ചു വളർന്ന് ഫലസ്തീൻ വിമോചന പോരാട്ട മുഖത്ത് നിലയുറപ്പിക്കുകയായിരുന്നു ഇസ്മായിൽ ഹനിയ എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഓരോ നിമിഷവും അത് ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖിബ്ല ജീവിത ലക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയ, അതിൻ്റെ വിമോചന മാർഗത്തിൽ പ്രവർത്തിച്ച മഹാനായ ഷഹീദാണ് ഇസ്മായിൽ ഹനിയ എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായും അറബ് ലോകത്തിന് കരുത്തുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ തന്നെ ഗതിമാറ്റത്തിൻ്റെ തുടക്കമായി മാറും ആ രക്തത്തുള്ളികൾ. ഷിയ സുന്നി വിവാദങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഷിയ സുന്നി വേർതിരിവുകൾക്കപ്പുറത്ത്
ഇസ്ലാമിക സമൂഹം എന്ന കാഴ്ചപ്പാടിലേക്ക് മുസ്ലിം ലോകം വളരുകയും ഒന്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഖുദ്സ് വിമോചനം ആവർത്തിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. ആ നിലയ്ക്കുള്ള വളരെ സുപ്രധാനമായ ഒരു സംഭവമായിട്ടാണ് നിരീക്ഷകന്മാർ ഈ ഷഹാദത്തിനെ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കുടുംബങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കണ്ണുകൾ കരയുകയാണ്, ഹൃദയങ്ങൾ തേങ്ങുകയാണ്. എന്നാലും അങ്ങയുടെ വേർപാടിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് പോലും ഞങ്ങൾ ഉച്ചരിക്കില്ല. താങ്കളുടെ രക്തസാക്ഷ്യം ഒരിക്കലും പാഴ്വേലയാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമയും മക്കളും മരുമക്കളുമൊക്കെ ഒന്നിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കാളികളായത്. ഇന്ന് ഖത്തറിലാണ് ഖബറടക്കം നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അറബ് ലോകത്തെ തൻ്റെ രക്തം തെറിപ്പിച്ചുകൊണ്ട് ഉണർത്തുവാനാണ് ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷ്യം സംഭവിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ കഴിയും. അതിനാൽ പ്രാർത്ഥനാപൂർവം നാം ഓരോരുത്തരും ആ മഹത്തായ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവേ, ഇസ്മായിൽ ഹനിയക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. മുണ്ടക്കൈ, അതേപോലെ ചൂരൽമല, പിന്നെ നമ്മുടെ അടുത്ത പ്രദേശമായ വിലങ്ങാട്, ഈ മേഖലകളിലാണ് ഉരുൾപൊട്ടലിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി സുരക്ഷിതമായ ജീവിതം സാധ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ആ പ്രദേശങ്ങളിൽ ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകോർക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ബാധ്യതയാണ്. ഇന്ന് ജനകീയ ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട് പീപ്പിൾ ഫൗണ്ടേഷൻ. നമ്മുടെ പള്ളിയിലും ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം ഫണ്ട് ശേഖരണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പരമാവധി അതുമായി സഹകരിക്കുക. ഇനി വ്യക്തിപരമായി ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയൊക്കെ ഫണ്ട് നൽകാൻ കഴിയുന്നവർ ആ നിലയ്ക്ക് ഫണ്ട് നൽകിക്കൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകം സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം, ജുമാ നമസ്കാര ശേഷം പ്രളയത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നാം മയ്യത്ത് നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷഹീദ് ഇസ്മായിൽ ഹനിയക്ക് വേണ്ടിയും മയ്യത്ത് നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ കൈതക്ക മണ്ണിൽ അബ്ദുസലാം സാഹിബ് ഇന്ന് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരം മഹല്ല ജുമാ മസ്ജിദിൽ 2 മണിക്ക് നടക്കുന്നുണ്ട്. അതിലും പങ്കാളികളാവാം. അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, പരീക്ഷണങ്ങളെ യഥാവിധി തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള കരുത്തു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, പൊടുന്നനെ ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരായി പോയ ഒരുപാട് മനുഷ്യരുണ്ട്. പടച്ചവനെ, നിന്നിലേക്ക് തിരിച്ചെത്തിയവരുണ്ട്. മക്കളില്ലാത്ത മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, ഉറ്റവരും ഉടയവരും പലരും നഷ്ടപ്പെട്ട് തനിച്ചായി പോയ കുഞ്ഞുങ്ങൾ. അല്ലാഹുവേ, എല്ലാവരോടും കരുണ കാട്ടണേ റബ്ബേ. പടച്ചവനെ, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പൊടുന്നനെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും ലോകത്തെയും കാത്തു രക്ഷിക്കണേ നാഥ. പടച്ചവനെ, ഇത്തരം സംഭവങ്ങൾ നൽകുന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നാഥ. ഈ ദുനിയാവ് നൈമിഷികമാണ്, നിന്റെ സ്വർഗം മാത്രമാണ് ശാശ്വതം എന്ന തിരിച്ചറിവാണ് ഇത്തരം സംഭവങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. പടച്ചവനെ, പരിപൂർണമായും
നിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹുവേ, ഷഹീദ് അഹമ്മദ് യാസീന് പിറകെ അബ്ദുൽ അസീസ് റന്തീസിക്ക് പിറകെ ഇപ്പോൾ ഇസ്മായിൽ ഹനിയയും നിന്റെ സമക്ഷത്തിങ്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായും ലോക ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ ഫലസ്തീൻ ഒരു ഞെരിപ്പോടായി നിലകൊള്ളുകയാണ്. ആരുണ്ട് ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി രംഗത്തു വരാൻ എന്നുള്ള ചോദ്യമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, ഖുദ്സിന്റെ വിമോചനം സാധ്യമാക്കണേ നാഥ. പടച്ചവനെ, ഫലസ്തീനിനെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തി കളയണ റബ്ബേ. അത്തരത്തിലുള്ള ക്രൂരന്മാരായ ഭരണകൂടങ്ങളെ നീ ഇല്ലാതാക്കണേ നാഥ. പടച്ചവനെ, സത്യവും നീതിയും പുലരുന്ന ഒരു നാൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك